കെ റഫീഖ് ഇപ്പോൾ അന്വേഷണത്തോട് തുറന്ന സമീപനമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. ശ്രീ കെ റഫീഖ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു വാദമായി പറയുന്ന ഒരു കാര്യം IC ബാലകൃഷ്ണനാണ് NM വിജയന്റെ മരണത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ആദ്യം പരാതി നൽകിയതെന്ന് പറയുന്നു. ഇനി മരണത്തിന്റെ പരാതിയാണല്ലോ, അതിനു മുൻപ് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്ന ഘട്ടത്തിൽ അതിൽ നേരത്തെയും പരാതി വന്നിരുന്നു. അന്ന് വിജിലൻസ് DYSP കേസ് അന്വേഷിച്ചു. അന്ന് വിജിലൻസ് DYSP ഇതിൽ തെളിവില്ല എന്നാണ് പറഞ്ഞത്. ഇതിൽ പണം വാങ്ങിയതിനും ഒരു റെസീറ്റോ തെളിവുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞതാണ് നേരത്തെ തന്നെ വിജിലൻസ് DYSP. അപ്പോൾ അത് തന്നെ വീണ്ടും അന്വേഷണം ആ രൂപത്തിലേക്ക് പോകുന്നു, പോലീസ് അന്വേഷിക്കുന്നു. അപ്പോൾ ഇനി എന്ത് തെളിവുകളാണ് ഇനി ശേഖരിക്കാനാവുക? ഇപ്പോൾ IC ബാലകൃഷ്ണനെതിരെ നിങ്ങൾ രാജിവെക്കണമെന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായൊരു രേഖ എന്ന് പറയുന്നത് ഈ കത്ത് മാത്രമാണ്. കത്തിൻ്റെ ഫോറൻസിക് പരിശോധന പോലും പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾക്കത് മറുപടി നൽകാം. അല്ല സ്മൃതി, ഇവിടെ കത്ത് മാത്രമല്ലല്ലോ തെളിവായി പുറത്തു വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഒരു കത്ത് മാത്രമാണോ? എത്ര കത്തുകൾ വന്നു? KPCCക്ക് നേതൃത്വത്തിന് NM വിജയേട്ടൻ നേരത്തെ തന്നെ അയച്ച കത്ത് പുറത്തു വന്നു. അതിൽ വളരെ കൃത്യമായി IC ബാലകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഇടപാടിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് 2021 കത്തിൽ. അതുപോലെ തന്നെ പീറ്റർ എന്ന് പറയുന്ന വ്യക്തിയുമായി IC ബാലകൃഷ്ണന് വേണ്ടി NM വിജയേട്ടൻ നടത്തിയിട്ടുള്ള എഗ്രിമെൻ്റ് പുറത്തു വന്നു. അതിലും IC ബാലകൃഷ്ണൻ്റെ പേര് പറയുന്നു. ഇപ്പോൾ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരണക്കുറിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ വളരെ കൃത്യമായി വിജയേട്ടൻ ആർക്കൊക്കെയാണ് പണം കൊടുത്തത്, ആരൊക്കെയാണ് തരാനുള്ളത്, എന്തൊക്കെയാണ് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾ എന്നതെല്ലാം കൃത്യമായി വിവരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം എഴുതി വെക്കുന്നു, എൻ്റെ മരണത്തിന് ഉത്തരവാദിയായിരിക്കുന്നത് ഇന്ന ആളുകളാണ്. അതിൽ IC ബാലകൃഷ്ണനുണ്ട്, ഇപ്പോഴത്തെ DCCയുടെ അധ്യക്ഷൻ ND അപ്പച്ചനുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇതിന് ഉത്തരവാദിയാണ് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം എഴുതി വെക്കുന്നു. എത്ര തെളിവുകൾ പുറത്തു വരുന്നു. അതിനിടയിലാണ് താമരച്ചാലിൽ ഐസക്ക് അദ്ദേഹം പരസ്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തുന്നു. അതുപോലെ തന്നെ മറ്റു ചില ആളുകൾ ഈ പ്രതികരണങ്ങൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ നിങ്ങൾ നോക്കൂ, NM വിജയേട്ടൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, തൻ്റെ മകൻ ഭിന്നശേഷിക്കാരനായ തൻ്റെ മകൻ 7 വർഷം ആ ബാങ്കിൽ ജോലി ചെയ്യുന്നു, താൽക്കാലിക ജീവനക്കാരനായി ജോലി ചെയ്യുന്നു. എൻ്റെ മകന് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും നാൾ കോൺഗ്രസ് പറഞ്ഞത്. പക്ഷേ തൻ്റെ മകനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് അതിന് പകരം മറ്റൊരാളെ IC ബാലകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം നിയമിക്കുന്നു. അതിൻ്റെ ഭാഗമായി 25 ലക്ഷത്തോളം രൂപയുടെ അഴിമതി നടന്നതായി ഞാൻ മനസ്സിലാക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ മരണക്കുറിപ്പിൽ എഴുതി വെച്ചിരിക്കുകയാണല്ലോ. അതാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബത്തേരിയുടെ MLA അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ ലെറ്റർ പാഡിൽ അന്നത്തെ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റിന് എഴുതി കൊടുത്ത കത്ത് പുറത്തു വന്നിരിക്കുകയാണല്ലോ. ഇങ്ങനെ ഓരോന്നായി പുറത്തു വരികയാണല്ലോ. നിയമനത്തിന് കത്ത് കൊടുക്കൽ, അതായത് പാർട്ടി ഭരിക്കുന്ന ബാങ്ക് ആണെങ്കിൽ സ്വാഭാവികമായും പാർട്ടി സഖാക്കൾക്ക് ജോലി കൊടുക്കാനുള്ളൊരു അങ്ങനെ ഒരു രീതിയുണ്ട്. അത് CPM-നായാലും കോൺഗ്രസിനായാലും ഉണ്ട്. അത് തങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ നമ്മുടെ പാർട്ടി പ്രവർത്തകരാണ്, ആ പ്രവർത്തകന്റെ മകൾക്ക് സ്വീപ്പർ തസ്തികയിലേക്ക് ഒരു ജോലി കൊടുക്കണം എന്നൊരു കത്ത് എഴുതിയാൽ ആ കത്തൊരു പ്രധാന തെളിവായി ചൂണ്ടിക്കാണിക്കാനാകുമോ? സ്വാഭാവികമായ ഒരു കാര്യമല്ലേ അത്? ഒരിക്കലും സ്വാഭാവികമായ കാര്യമല്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, NM വിജയേട്ടൻ അദ്ദേഹത്തിൻ്റെ കത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. അതിൻ്റെ അടുത്ത തെളിവായിട്ടാണ് വന്നിരിക്കുന്നത്. വിജയേട്ടൻ പറയുന്നത് എന്താണ്? ഭിന്നശേഷിക്കാരൻ്റെ എൻ്റെ മകനെ ജോലിയിൽ നിന്നും ഒഴിവാക്കി മറ്റൊരാൾക്ക് നിയമനം നൽകുന്നു. അതിന് കാരണം IC ബാലകൃഷ്ണനാണ്. എൻ്റെ മകന് ജോലി നഷ്ടപ്പെട്ടത് എനിക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഒരു കാരണം അതുകൂടിയാണ്, മകൻ്റെ ജോലി നഷ്ടപ്പെട്ടത്. മകൻ്റെ ജോലി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? IC ബാലകൃഷ്ണൻ 25 ലക്ഷം രൂപയോളം വാങ്ങി മറ്റൊരാൾക്ക് നിയമനം കൊടുക്കാൻ വേണ്ടി ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മകന് സ്ഥിരം ജോലി കിട്ടാതെ താൽക്കാലിക ജോലി പോലും നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് മരണത്തിലേക്ക് ഉൾപ്പെടെയുള്ള കാര്യമാണ്. MLA-യുടെ ലെറ്റർ പാഡിൽ എഴുതി കൊടുക്കുന്നു. അത് അധികാര ദുർവിനിയോഗമല്ലേ? ഇവിടെ നിങ്ങൾ നേരത്തെ പറഞ്ഞു IC ബാലകൃഷ്ണൻ പരാതി നൽകിയെന്ന് പറഞ്ഞു. IC ബാലകൃഷ്ണൻ നൽകിയ പരാതി എന്താണെന്നറിയോ നിങ്ങൾ? പരാതി നൽകിയത് SP-ക്ക് നൽകിയ പരാതിയിൽ ഇതുമായി സമഗ്ര അന്വേഷണം നടത്തണമെന്നല്ല. പകരം ആദ്യം പുറത്തു വന്ന രേഖകൾ, അതായത് KPCC പ്രസിഡന്റിന് കൊടുത്ത കത്ത് ഉൾപ്പെടെയുള്ള രേഖകൾ വ്യാജമാണ്. അത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പരാതി അങ്ങനെയാണ്. ഒരു കാര്യം കൂടെ ഞാനിതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒറ്റ കാര്യം കൂടെ കംപ്ലീറ്റ് ചെയ്യട്ടെ സ്മൃതി. അതായത് ഇവിടെ നേരത്തെ പിന്നെ ഇവിടെ കോൺഗ്രസിന്റെ ഭാഗമായി സംസാരിച്ച അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഈ മരണത്തിന് ശേഷം എന്ത് ചെയ്തു എന്നതാണല്ലോ പ്രധാനം. മരണത്തിന് ശേഷം ചെയ്ത കാര്യങ്ങൾ, ആ കുടുംബത്തോട് ചെയ്ത കാര്യങ്ങൾ എണ്ണി പറയാമല്ലോ. ഞാൻ ചോദിക്കട്ടെ, DCCയുടെ ട്രഷറർ പോലെ ഏറ്റവും ഉത്തരവാദിത്വം പദവി വഹിക്കുന്ന ഒരാൾ
ഒരാൾ മരിച്ചിട്ട് ഈ നിമിഷം വരെ KPCC പ്രസിഡന്റ് അവിടെ സന്ദർശിച്ചോ? പ്രതിപക്ഷ നേതാവ് അവിടെ സന്ദർശിച്ചോ? പകരം അവർ പറയുന്നത് അന്തവും കുന്തവുമില്ലാത്ത കുടുംബമെന്ന് KPCC പ്രസിഡന്റ് പറയുന്നു. അതുപോലെ തന്നെ എന്നെ മകൻ വന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അല്ലല്ല അതിൽ മരിച്ചതിന് ശേഷം ചെയ്ത കാര്യം എന്തെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മരിച്ചതിന് ശേഷം ഇപ്പോഴും ഈ പല ആളുകളും ഈ കത്തിൻ്റെ ആധികാരികതയെക്കുറിച്ച് സംശയിക്കുകയാണല്ലോ. ആ കുടുംബത്തെ ആക്ഷേപിക്കാനുള്ളതാണല്ലോ അവർ കാണിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച കുടുംബം അവരോടൊപ്പം നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സാമ്പത്തിക ബാധ്യതയെ സംബന്ധിച്ചാണ്. സ്വാഭാവികമായിട്ടും വലിയ ബാധ്യതയാണ് കുടുംബത്തിനുള്ളത്. അത് സംബന്ധിച്ച് ഒരു വാഗ്ദാനം നൽകുമ്പോൾ അവർക്ക് വിശ്വസിക്കുക അല്ലാതെ മറ്റ് തരമില്ല. പക്ഷേ മരണത്തിന് ഉത്തരവാദി ആരാണ്? മരിച്ച വിജയേട്ടനെ തിരിച്ചിവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ആരാണ് ഉത്തരവാദി? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എത്രയോ കാലമായി, അതായത് 2021 മുതൽ നിരവധിയായ തവണ KPCC കത്തെഴുതി, എന്നിട്ട് പരിഹാരമുണ്ടാകാതായി, നിരവധി നേതാക്കളെ കണ്ടു, പരിഹാരമുണ്ടാകാതായി, എല്ലാ ബാധ്യതയും വിജയേട്ടൻ തലയിലേക്ക് വന്നു. വ്യക്തിപരമായി ഉൾപ്പെടെ വായ്പ കൊടുത്ത് അത് വീട്ടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അതിനേക്കാൾ കൂടുതൽ പണം കൊടുക്കാനുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് രക്ഷയില്ലാത്ത അവസ്ഥ വന്നപ്പോഴാണ്, KPCC നേതൃത്വം ഉൾപ്പെടെ ഒരു തരത്തിലും ഇടപെടാതെ വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ആത്മഹത്യയിൽ അഭയം തേടേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് ആത്മഹത്യ എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ഇത് കോൺഗ്രസ് നേതൃത്വം നടപ്പിലാക്കിയിട്ടുള്ള ഇരട്ട കൊലപാതകമാണ്. കോൺഗ്രസിന്റെ വികൃത മുഖമാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ടും നിങ്ങൾ ആവർത്തിച്ച ആരോപണം ഉന്നയിക്കുന്നതാണ്. നിങ്ങൾക്ക് വയനാട്ടിൽ ഇരിക്കുന്ന നേതാവ് എന്ന നിലയ്ക്ക് താങ്കൾക്ക് അറിയാവുന്നതാണ് ഈ ബാങ്കുകൾ നിയമനവുമായി ബന്ധപ്പെട്ട് 2021 മുതൽ പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളാണല്ലോ. അങ്ങനെയെങ്കിൽ നേരത്തെ ഈ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രൻ അദ്ദേഹവും ഈ കാര്യത്തിൽ പങ്കുവഹിച്ചിട്ടുണ്ടല്ലോ. ഒരു ബാങ്കിൽ നിയമനത്തിൽ IC ഒരു ടിക്ക് ഇട്ട് കൊടുക്കുന്നു, ആർക്കൊക്കെ നിയമനം കൊടുക്കണമെന്ന് റാങ്ക് ലിസ്റ്റിൽ നിന്നും. അതായത് റാങ്ക് പട്ടിക അനുസരിച്ചല്ല, അതല്ലാതെ ചില പേരുകൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ പുതുതായി ചുമതല കൊടുത്ത അംഗങ്ങൾ, അതായത് സണ്ണി അടക്കമുള്ള നേതാക്കൾ, ഈ ഇതിൻ്റെ സഹകരണ സെൽ ചുമതലയുള്ള മുൻ DCC പ്രസിഡന്റ് PV ബാലചന്ദ്രന്റെ സഹായം തേടുന്നു. അദ്ദേഹം പറയുന്നു IC പറയും പോലെ നിയമനം കൊടുക്കണ്ട, പകരം ആദ്യ റാങ്ക് ലിസ്റ്റിൽ വരുന്ന 7 പേരെ തന്നെ നിയമിക്കാം. ആ 7 പേരിൽ നിന്ന് എന്ത് ചെയ്യുന്നു? പണം വാങ്ങുന്നു. ആദ്യം എന്താണ് വിചാരിക്കുക? 7 പേരെ നിയമിക്കാമെന്ന് പറയുമ്പോൾ അത് കൃത്യമായ നടപടികളിലൂടെ പോകുമെന്നാണ് കരുതുക. പക്ഷെ അങ്ങനെയല്ല, അവരോടും പണം വാങ്ങി. അതിനുശേഷം എന്താണ്? ആ നിയമനം നടന്നില്ല, അത് പൊളിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ശ്രീ PV ബാലചന്ദ്രൻ എന്താണ് സംഭവിക്കുന്നത്? പിന്നീട് CPM ചേരുകയാണ്, അല്ലേ? CPM ചേരുകയാണ്. അപ്പോൾ CPM ചേരുന്ന ഏത് ഘട്ടത്തിലാണ്? ഈ ആരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടപ്പോഴല്ലേ CPM ചേരുന്നത്? അപ്പൊ നിങ്ങൾ സ്വീകരിച്ചത് ഇതിൽ ഈ ആരോപണത്തിൽപ്പെട്ട ഒരാളെയാണ്. ഇതൊരു വിഷയം ഞാൻ പറയാലോ. അതായത് ഇവിടെ കോൺഗ്രസിന്റെ ഭാഗമായി നിന്നപ്പോൾ നടന്ന കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന സമയത്ത് നടപ്പിലാക്കി ഇവർ കൂട്ടായി നടത്തിയിട്ടുള്ള ചില അഴിമതികളെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അത്തരം ചില ആളുകൾ അതിനെ എതിർത്തുകൊണ്ട് പുറത്തു വരികയും ഞങ്ങളുമായി സഹകരിച്ചിട്ടുണ്ട്. അല്ല, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.